ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനിയൂജിൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഹെന്ന തയ്യാറാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. മുടിയുടെ കരുത്തിനും ആരോഗ്യത്തിനും മുടിക്ക് നിറം നൽകാനും ഒക്കെ ഹെന്ന ഉപയോഗിക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഹെന്നയിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കെമിക്കലുകൾ ചേർന്ന ഹെന്ന ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയുടെ നിറം അമിതമായി കൂട്ടുന്നത് എന്തുകൊണ്ടും നല്ലതല്ല. ഹെന്നയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം പരിഹരിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ചെടി ഉണ്ടെങ്കിൽ അത് അരച്ചെടുത്തിട്ട് ഹെന്ന ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇളം പച്ചനിറമുള്ള ഹെന്ന പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഹെന്ന പൗഡർ കട്ട കെട്ടിയതോ അങ്ങനെയൊന്നും അല്ലാത്തതാവാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. മുടി വളർച്ചയ്ക്ക് ബീട്രൂട്ട് വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന കരാറ്റിനോയിഡ് എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിലടങ്ങിയിട്ടുണ്ട്. മുടി കൊഴിച്ചിലുള്ളവർ ബീട്രൂട്ട് ഉപയോഗിച്ച് ഹെയർ പാക്കുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് ഉള്ളിൽ കഴിക്കുന്നതും വളരെ ഗുണം ചെയ്യും. നമ്മുടെ മുടിയുടെ നീളവും കട്ടിയും ഒക്കെ അനുസരിച്ച് വേണം ഹെന്നപ്പൊടി എത്ര എടുക്കണമെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഹെന്നപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് 2 സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ്. ഇത് ഹെന്നയുടെ കളർ കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ഓവറോൾ നല്ലൊരു സംഭവമാണ് നെല്ലിക്കാപ്പൊടി. അപ്പോൾ നെല്ലിക്ക നമുക്ക് പച്ച നെല്ലിക്ക വാങ്ങി ഉണക്കി പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഉണക്ക നെല്ലിക്കാപ്പൊടി നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയോ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ നമുക്ക് ബീട്രൂട്ട് ജ്യൂസാക്കി വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ തേയിലയും കാപ്പിപ്പൊടിയും കൂടി നമ്മൾ ഇവിടെ ഒരു വെള്ളം നന്നായിട്ട് കടുപ്പത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ഹെന്ന പൊടി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നെല്ലിക്കാപ്പൊടിയും ചേർത്തിട്ടുള്ളത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം തന്നെ മുടിക്ക് നിറം നൽകുന്ന ഗുണങ്ങളുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ്. നാരങ്ങയുടെ നീര് കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഹെന്നയുടെ ഒരു ഓറഞ്ച് നിറത്തെ നമുക്കൊരു ബ്രൗൺ നിറത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ നാരങ്ങ നീര് സഹായിക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹെന്നയ്ക്ക് കുറച്ച് ഗുണം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഒരുപാട് പോഷക ഗുണങ്ങൾ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഹെന്ന പാക്ക് തയ്യാറാക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള തേയില കാപ്പിപ്പൊടി വറ്റിച്ചതും അതുപോലെ തന്നെ ബീട്രൂട്ട് നീരും ഒക്കെ തീർന്നെങ്കിൽ സാധാരണ വെള്ളം കൂടി കുറച്ച് ചേർത്ത് പാകത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ഇരുമ്പാണ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇരുമ്പാണി ഇല്ലെങ്കിൽ നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇത് നമ്മൾ 12 മണിക്കൂർ അടച്ച് സൂക്ഷിക്കുക. നമുക്ക് ഈ ഹെന്ന പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ നമുക്ക് മുട്ട ഫുള്ളായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ തൈര് ചേർക്കാം 1 സ്പൂൺ. ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മുടിയുടെ ക്രൗൺ ഏരിയയിൽ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത് തുടങ്ങുക. എന്നിട്ട് മുടി ഇങ്ങനെ മുകളിലിങ്ങനെ ചുറ്റി ചുറ്റി വെക്കുക. നമ്മുടെ തലയിൽ എവിടെയാണോ കൂടുതൽ നരച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വൈറ്റ് ഹെയർ കൂടുതലുള്ളത് ആ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല നമുക്ക് ഒരു ഹെയർ ഗ്രോത്തിനും ഹെയറിൻ്റെ ഒരു ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഹെന്ന ഇടുന്ന മുടിയിൽ ഒട്ടും എണ്ണമയമൊന്നും ഉണ്ടാവരുതെന്നാണ്. അത് പ്രത്യേകിച്ചും വൈറ്റ് ഹെയർ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറ്റേണ്ടവർക്ക്. അല്ലാത്തവർക്ക് എണ്ണ ഇട്ടതിന് ശേഷം ചെയ്യാം. പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഓയിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് എണ്ണ ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വയ്ക്കാം. അപ്പോൾ കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഷവർ ക്യാപ്പോ ഏതെങ്കിലും ഒരു കവറോ കൊണ്ട് മുടി ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. ഇത് എത്രത്തോളം ടൈം വയ്ക്കുന്നോ അത്രത്തോളം നല്ലതാണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ എല്ലാ മുടിയും ബ്രൗൺ നിറത്തിലേക്ക് പോകുമെന്ന്. ഒരിക്കലും ഇല്ല. നമ്മുടെ വെളുത്ത മുടി മാത്രമാണ് ബ്രൗൺ നിറത്തിലേക്ക് പോകുന്നത്. അല്ലാത്ത മുടിക്ക് ചെറിയൊരു കളർ ചേഞ്ച് വന്നാലായി, അത്രയേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഹെയർ കളറിംഗ് ഒന്നും അല്ലല്ലോ. ഇതൊരു 4-5 പ്രാവശ്യമൊക്കെ നമ്മൾ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്താൽ തന്നെ ഈ കളറ് നമ്മൾ ആയ കളർ തന്നെ മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ഹെയർ കെയറിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഈ ഹെന്നയുടെ കളർ കൂടുതൽ നിലനിൽക്കണമെന്നുള്ളവർ നമ്മൾ ഷാമ്പു അല്ലെങ്കിൽ സോപ്പ് ഇതൊന്നും മുടിയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. താളിപ്പൊടി അങ്ങനെയുള്ള ഹെർബലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നാൾ നമ്മുടെ മുടിയിൽ ആ കളർ നിലനിർത്താൻ സാധിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്വസ്റ്റ്യൻസൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ബ്യൂട്ടി ടിപ്സ്, ഹെൽത്ത് ടിപ്സ്, ഹെയർ കെയർ ടിപ്സ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.